സുഹൃത്തുക്കളെ നമസ്കാരം, എൻ്റെ പേര് എബിൻ. വെൽക്കം ടു ട്രിക് ടേൺ. ഇന്ന് നമ്മൾ ഡീകോഡ് ചെയ്യാൻ പോകുന്നു ഡിഗ്രി ലെവൽ പ്രിലിംസ് മെയിൻസ് എക്സാമിലെ ജോഗ്രഫിയുടെ സിലബസ് ഒന്ന് കീറി മുറിച്ച് പരിശോധിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഈ വീഡിയോയിലൂടെ ജോഗ്രഫിയുടെ സിലബസിലെ മെയിൻ ഹെഡിങ്ങുകൾ, അതിന്റെ സബ് ഹെഡിങ്ങുകൾ നിങ്ങൾ മനസ്സിലാക്കുന്നു. അവിടെ നിന്ന് വന്നുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് പരിചയപ്പെടുന്നുണ്ട്. രണ്ടാമതായിട്ട് നോക്കൂ, ഓരോ പാർട്ടിയിൽ നിന്നും ഇന്ത്യൻ ജോഗ്രഫി, കേരള ജോഗ്രഫി, വേൾഡ് ജോഗ്രഫി ഇവിടുന്ന് എത്ര മാർക്കിന് വീതമാണ് ചോദിക്കുക, ഏതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് നിങ്ങൾ മനസ്സിലാക്കുന്നു. മൂന്നാമതായിട്ട് ഏറ്റവും ഹോട്ട് ടോപ്പിക്സ് ഏതാണ്? ഈ 6 വർഷം നടന്ന പ്രിലിംസ് എക്സാമുകളിലെല്ലാം ഏറ്റവും കൂടുതൽ ചോദ്യം വന്ന ഇന്ത്യൻ ജോഗ്രഫിയിലെയും കേരള ജോഗ്രഫിയിലെയും വേൾഡ് ജോഗ്രഫിയിലെയും പ്രധാന ഹെഡിങ്ങുകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് നമ്മൾ കാണുന്നു. നിങ്ങൾ പഠിച്ച് സമയം കളയേണ്ടാത്ത ടോപ്പിക്കുകൾ ഏതൊക്കെയാണ്, അത് നമ്മൾ പ്രത്യേകം തിരിച്ചറിയാനായിട്ട് പോകുന്നു. NCERT ആണോ SCERT ആണോ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്, അത് നമ്മളൊന്ന് ചർച്ച ചെയ്യുന്നു. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം സിലബസ് ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് കണ്ട് ശീലമുണ്ടായിരിക്കും, എന്നാലും നിങ്ങൾ എങ്ങനെ ഇതിനെ മനസ്സിലാക്കണം എന്നുള്ളതാണ് ആദ്യം ഞാൻ പറയുന്നത്. 3 നമുക്ക് ഈ സിലബസ് പാർട്ടിനെ തിരിക്കാനായിട്ട് പറ്റും. ഒന്ന്, ആദ്യത്തെ പാർട്ടിനെ വേൾഡ് എന്ന് വിളിച്ചോളൂ, പ്രശ്നമില്ല. രണ്ടാമത്തെ ഇന്ത്യൻ ജോഗ്രഫി എന്ന് വിളിച്ചോളൂ. മൂന്നാമത്തെ പാർട്ടിനെ കേരള ജോഗ്രഫി എന്ന് വിളിച്ചോളൂ. 3 വേർതിരിക്കാം. ഇതിലെ ഒന്നാമത്തെ പാർട്ടിന്റെ ഹെഡിങ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ശരിക്കും ബേസിക്സ് ഓഫ് ജോഗ്രഫി, ജോഗ്രഫിയുടെ ഭാഗമായി പഠിക്കേണ്ട ബേസിക്സുകളെയാണ് പിന്നെ അങ്ങോട്ട് തന്നിരിക്കുന്നത് എന്ന രീതിയിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെ നോക്കിയാൽ ഇന്ത്യൻ ജോഗ്രഫിയുടെ ഹെഡായിട്ട് ഇന്ത്യ എന്നും കേരള ജോഗ്രഫിയുടെ ഹെഡായിട്ട് കേരള എന്നും നൽകിയിട്ടുണ്ട്. അതുപോലെ ബേസിക്സ് ഓഫ് ജോഗ്രഫി എന്ന് പറയാം. ഈ പറഞ്ഞിരിക്കുന്ന ഹെഡിങ്ങുകളിലെല്ലാം ബേസ് തൊട്ട് അത്യാവശ്യം കാര്യം നമ്മൾ പഠിക്കണം. ഇത് ജോഗ്രഫിയുടെ ബേസിക്സിൽ ഉൾപ്പെടുന്നതാണെന്നാണ് ഇവിടെ കവി ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓരോ ടോപ്പിക്കുകളും നമുക്ക് നോക്കൂ, സെപ്പറേറ്റ് ചെയ്ത് നിങ്ങൾ കാണേണ്ട ടോപ്പിക്കുകളാണ് നമ്മൾ പറയുന്നത്. അവിടുത്തെ സബ് ഹെഡിങ്ങുകൾ ഏതൊക്കെയാണെന്നും സൂചിപ്പിക്കുന്നു. നോക്കൂ, എർത്ത് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ അകത്തെ പാളികളെ കുറിച്ച് നമ്മൾ ഇവിടെ പഠിക്കണം. അത് ഓരോ പേരിൽ അറിയപ്പെടുന്നത് നിഫെ, സിയാൽ അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ അവിടെ കുറച്ച് തിയറി പഠിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി എന്താ, പ്ലേറ്റ് ടെക്ടോണിക്സ് എന്താ, അതിനെക്കുറിച്ച് നമ്മൾ അവിടെ ധാരണ ഉണ്ടാക്കിയിരിക്കണം. പിന്നീട് ആ ഭാഗത്ത് തന്നെ എർത്ത് ക്വേക്കും അതിന്റെ സവിശേഷതകളും പഠിക്കാനുണ്ട്. അപ്പൊ എർത്ത് ക്വേക്ക്, പ്ലേറ്റ് ടെക്ടോണിക്സ്, സ്ട്രക്ചർ ഓഫ് എർത്ത് ഇതെല്ലാം ഒരുമിച്ച് ഉൾപ്പെട്ടിരിക്കുന്നത് ഈ ഹെഡിങ്ങിലാണ്. അടുത്തതായിട്ട് അറ്റ്മോസ്ഫിയർ. ഇവിടെ ഒത്തിരി കാര്യമായിട്ട് പഠിക്കാനില്ല. ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിക് ലെയേഴ്സ് ഏതൊക്കെയാണ്, അതിന്റെ സവിശേഷതകൾ ഇവിടെ കാണുന്നു. പിന്നെയോ ടൈപ്സ് ഓഫ് റോക്ക് പഠിക്കാനുണ്ട്. ഇഗ്നിയസ് റോക്ക് എക്സാമ്പിൾസ്, സെഡിമെന്ററി റോക്ക് എക്സാമ്പിൾസ്, മെറ്റമോർഫിക് റോക്ക് എക്സാമ്പിൾസ്, അങ്ങനെ ടൈപ്സ് ഓഫ് റോക്ക് വിത്ത് എക്സാമ്പിൾ നമ്മൾ പഠിക്കുന്നു. എക്സാമ്പിളിനാണ് കൂടുതൽ ഇവിടെ പ്രാധാന്യം ഉള്ളത്. അടുത്ത ലാൻഡ് ഫോംസ്. ഇതാണ് ഏറ്റവും വലിയ നിങ്ങളുടെ വിസ്തൃതമായിട്ടുള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. കുറച്ചധികം പഠിക്കുമ്പോഴാണ് ഇവിടെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക. പക്ഷെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാർട്ടാണ്. നദികൾ ഉണ്ടാക്കുന്ന ലാൻഡ് ഫോംസ് ഏതാണ്, പിന്നെ ഏതാണ് കാറ്റ് ഉണ്ടാക്കുന്ന ലാൻഡ് ഫോംസ്, അങ്ങനെ നമ്മൾ മൈനർ ലാൻഡ് ഫോംസിനെയും വലിയ ലാൻഡ് ഫോം ആയിട്ടുള്ള മൗണ്ടൈൻസ്, പ്ലേറ്റൂസ്, പ്ലെയിൻസ് അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ ഈ ഭാഗത്ത് പഠിക്കുകയാണ് ചെയ്യുന്നത്. ഗ്രാസ് ലാൻഡുകളൊക്കെ ഈ ഭാഗത്ത് നമ്മൾ നോക്കും. ഇനി പ്രഷർ ബെൽറ്റ് ആൻഡ് വിൻസ് എന്ന് പറയുന്ന ഒറ്റ ടോപ്പിക്കാണ്. ഇവിടെ ഏറ്റവും പ്രഷറിന്റെ വേരിയേഷൻ കാണപ്പെടുന്ന സ്ഥലങ്ങൾ, അതായത് നല്ല പ്രഷറുള്ള ഭൂമിയിലെ ലാറ്റിറ്റ്യൂഡുകൾ ഏതൊക്കെയാണ്, പ്രഷർ കുറവുള്ളത് എവിടെയൊക്കെയാണ് നമ്മൾ കണ്ട് വരച്ച് മനസ്സിലാക്കി പഠിക്കുന്നു. മാത്രമല്ല ടൈപ്സ് ഓഫ് വിൻഡിനെ നമുക്ക് എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം. വിൻഡ് എന്ന് പറഞ്ഞാൽ പല ടൈപ്പ് ഉണ്ട്. അതിനകത്ത് ഗ്ലോബൽ വിൻഡ് അല്ലെങ്കിൽ പ്രിവൈലിംഗ് വിൻഡ് എന്ന് പറഞ്ഞ ആളുണ്ട്. രണ്ടാമതായിട്ട് നമ്മൾ പഠിക്കും വേരിയബിൾ വിൻഡ് എന്ന് പറഞ്ഞ ആളുണ്ട്. മൂന്നാമതായിട്ട് നമ്മൾ കാണും ഇവിടെ സീസണൽ എന്ന് പറയാൻ പറ്റത്തില്ല, സീസണൽ വിൻഡ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന, അല്ലെങ്കിൽ പീരിയോഡിക് വിൻഡ് എന്ന് പറയാൻ പറ്റുന്ന ആളുണ്ട്. നാലാമത്തെ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം റീജിയണൽ ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ, റീജിയണൽ ആയിട്ടുള്ള കുറച്ച് വിൻഡുകൾ ഉണ്ട് എന്ന് പറയാം. ചില പ്രദേശങ്ങളിൽ മാത്രമായിട്ടുള്ള കാറ്റുകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാനായിട്ട് പറ്റും. അതിനെ ലോക്കൽ വിൻഡ് എന്നും നമ്മൾ വിളിക്കാറുണ്ട്. ഇങ്ങനെ 4 കാറ്റഗറി. ഇതിൽ ഗ്ലോബൽ വിൻഡിന്റെ എക്സാമ്പിള് പ്രത്യേകത, വേരിയബിൾ വിൻഡിന്റെ എക്സാമ്പിള് പ്രത്യേകത, സീസണൽ വിൻഡിന്റെ എക്സാമ്പിൾ, ഇങ്ങനെ ഓരോന്നിന്റെയും എക്സാമ്പിൾ വിധം പഠിക്കുമ്പോൾ ഒരു വിശാലമായ ടോപ്പിക്ക്, പക്ഷെ ചോദ്യം ഉറപ്പിക്കാൻ പറ്റുന്ന ടോപ്പിക്കാണ്. ഇത് നമ്മൾ കവർ ചെയ്യുന്നു. പിന്നെ ടെമ്പറേച്ചർ ആൻഡ് സീസൺ എന്നും പറഞ്ഞ അടുത്ത ടോപ്പിക്കാണ്. നോക്കൂ, ടെമ്പറേച്ചർ ആൻഡ് സീസൺസ് എന്ന് പറയുന്നത്
ആദ്യം നമ്മൾ പഠിക്കും. അത് മനസ്സിലാക്കിയാലാണ് നിങ്ങൾക്ക് പ്രഷർ ബെൽറ്റുകളെ ഒന്ന് വൃത്തിക്ക് കത്തത്തുള്ളൂ. ആദ്യം നമ്മൾ അപ്പോൾ ഈ ഓർഡറിൽ തന്നെ ആയിരിക്കില്ല എല്ലാം പഠിക്കുന്നത്. ഇവിടെ നമ്മളൊന്ന് റിവേഴ്സ് ചെയ്യും. ആദ്യം കാണുന്നത് ടെമ്പറേച്ചർ ആൻഡ് സീസൺസ് ആയിരിക്കും. ലാൻഡ് ഫോംസിൽ നിന്ന് ഇങ്ങോട്ട് വരും. ഇവിടുന്ന് പിന്നെ പ്രഷർ ആൻഡ് ബെൽറ്റിലേക്ക് പോവുമായിരിക്കും ചെയ്യുന്നത്. ഇനി വലിയ ഒരു ടോപ്പിക്കിനെ ഒരുമിച്ച് ഞാനിവിടെ റെപ്രസെന്റ് ചെയ്യാണ്. ഗ്ലോബൽ ഇഷ്യൂസ് എന്ന് പറഞ്ഞ ഹെഡിങ്ങിൽ വരുന്ന സബ് ഹെഡിങ്ങുകളാണ് സുഹൃത്തുക്കളെ. നിങ്ങൾ നോക്കുക, ഗ്ലോബൽ ഇഷ്യൂസിൽ വരുന്ന ആൾക്കാരാണ് ഗ്ലോബൽ വാർമിങ്, വേരിയസ് ഫോം ഓഫ് പൊല്യൂഷൻ. ഇത്രയും നമ്മൾ കോൺസെപ്ച്വൽ ആയിട്ടൊന്ന് കാണും. ഇവിടെ പ്രധാനമായിട്ടും നിങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ട് പറയാനുള്ളത് ഓസോണിന്റെ ഡിപ്ലീഷൻ പറയാനുണ്ട്, ഗ്ലോബൽ വാർമിംഗ് പറയാനുണ്ട്. അപ്പൊ ഇതൊക്കെ കുറയ്ക്കാനായിട്ടുള്ള അന്താരാഷ്ട്ര നടപടികൾ ഏതൊക്കെയായിരുന്നു അതിനെക്കുറിച്ചും ഇവിടെ പഠിക്കാനുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പഠിക്കേണ്ടത്. പിന്നെ പൊല്യൂഷന്റെ അകത്ത് കുറേ ടൈപ്സ് ഓഫ് പൊല്യൂഷൻ എന്ന് ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതിയായിരിക്കും. ഇനി അടുത്തത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ്. ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ഇങ്ങോട്ട് കൊണ്ടുപോവുകയാണ് സുഹൃത്തുക്കളെ. മാപ്സ്. മാപ്പിന്റെ അകത്ത് വരുന്ന ആളാണ് ടോപ്പോഗ്രാഫിക് മാപ്പും സയൻസും. മാപ്പ് അതിന്റെ ടൈപ്പുകൾ ഉണ്ട്. അതിലെ പ്രധാനപ്പെട്ട ഒരു ഡിവിഷനാണ് ടോപ്പോഗ്രാഫിക് മാപ്പ്. അതിൻ്റെ അകത്തെ ചിഹ്നങ്ങളും പ്രത്യേകതകളും ഒക്കെയാണ് പിന്നെ പറയുന്നത്. മറ്റൊരു ടോപ്പിക്കാണ്, മാപ്പുമായി ബന്ധമുണ്ടെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് കാണേണ്ട ഒരു ടോപ്പിക്കാണ് റിമോട്ട് സെൻസിങ് ആൻഡ് GIS എന്ന് പറയും. റിമോട്ട് സെൻസിങ് ആൻഡ് GIS എന്ന് പറയുന്നത് ഒരു ഒറ്റ ടോപ്പിക് എന്നല്ല, ബന്ധമുള്ള രണ്ട് ആൾക്കാരാണ്. റിമോട്ട് സെൻസിങ്ങിലൂടെയാണ് GIS നടപ്പിലാക്കാൻ നമുക്ക് പറ്റുന്നത്. അപ്പൊ അത് രണ്ടും നമ്മൾ ഒരുമിച്ച് പഠിക്കുകയാണ് ചെയ്യുന്നത്. ആ ഭാഗം കാണും. അത് കഴിഞ്ഞ് ഓഷ്യൻ ആൻഡ് വേരിയസ് മൂവ്മെന്റ്സ് എന്ന് പറയുന്ന ഭാഗം. നമ്മുടെ ഓഷ്യന്റെ പ്രത്യേകതകൾ, ഏതൊക്കെ ഓഷ്യൻസ് ആണോ ഉള്ളത്, ഓഷ്യന്റെ അകത്തെ മൂവ്മെന്റുകൾ ഏതൊക്കെയാ. ഇവിടെ നമ്മൾ വേവിനെ കുറിച്ച് പഠിക്കും, ടൈഡിനെ കുറിച്ച് പഠിക്കും, ഓഷ്യൻ കറൻസിനെ കുറിച്ചൊക്കെ പഠിക്കുന്നതും ഓഷ്യാനിക് ലാൻഡ്ഫോമിനെ കുറിച്ചൊക്കെ പഠിക്കുന്നതും ഈ ഭാഗത്താണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് പഠിച്ചു പോകാം. പിന്നെയുള്ള ടോപ്പിക്കുകൾ നിങ്ങൾ നോക്കൂ. ഇവിടെ കോണ്ടിനെന്റ്സ് എന്ന് പറയുന്ന ഭാഗമുണ്ട്. ഓരോ കോണ്ടിനെന്റിനെ കുറിച്ചും നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുള്ള ഭാഗമാണ്. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഒത്തിരി സമയം കൊടുക്കേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ കൊടുക്കേണ്ടാത്ത ടോപ്പിക്കുകളാണ്. അധികം സമയം കൊടുക്കേണ്ടാത്ത ടോപ്പിക്കുകളാണ് കോണ്ടിനെന്റ്സ്, വേൾഡ് നേഷൻ ആൻഡ് സ്പെസിഫിക് ഫീച്ചേഴ്സ്. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളെയും അതിന്റെ സവിശേഷതകളെയും ഒന്നും നമുക്ക് ഈ എക്സാമിന് വേണ്ടി പഠിച്ചു തീർക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ പറ്റൂല. അതിനുള്ള സമയം നമ്മുടെ കയ്യിലില്ല. അവിടെ നിന്ന് അങ്ങനെ ചോദ്യം വരുമോ എന്ന് ചോദിച്ചാൽ ചോദ്യവും വരാറില്ല. എവിടുന്ന് വേണേ ചോദ്യം വരാം. അത് ഔട്ട് ഓഫ് സിലബസ് എന്നും പറഞ്ഞ് നമ്മൾ പോയി കംപ്ലൈന്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ PSC ആഡ് ചെയ്ത് വെച്ചേക്കുന്നതാണ് കോണ്ടിനെന്റ്സും വേൾഡ് നേഷൻസ് ആൻഡ് സ്പെസിഫിക് ഫീച്ചേഴ്സ് എന്നൊക്കെ പറയുന്നത്. കോണ്ടിനെന്റ് പ്രത്യേകിച്ച് പഠിച്ചില്ലെങ്കിലും ഇവിടെ നിങ്ങൾ ലാൻഡ് ഫോംസ് പഠിക്കുമ്പോൾ, ഇവിടെ നിങ്ങൾ വിൻഡ് പഠിക്കുമ്പോൾ, ഇവിടെ നിങ്ങൾ എന്താ പറയാ ഓരോ ഭാഗത്ത് ഇപ്പൊ മാപ്സ് പഠിക്കുമ്പോഴൊക്കെ ഓരോ ഭാഗത്തെയും സവിശേഷതകൾ നിങ്ങൾ കാണും. ഓരോ ഭാഗത്തെയും കോണ്ടിനെന്റിലെ ഫീച്ചേഴ്സ് നിങ്ങൾ കാണും. അവിടെ പഠിച്ചു പോകും. സെപ്പറേറ്റ് ആയിട്ട് പിന്നെ പഠിക്കണമെന്നും നിർബന്ധമൊന്നും ഇല്ല. സോ അതുകൊണ്ട് രണ്ട് ടോപ്പിക്കുകൾ ഒന്ന് നോട്ട് ചെയ്യുക. ഞാൻ അവസാനം ഇവരെ കുറിച്ച് പറയാം. ഇനി ഇന്ത്യൻ ജോഗ്രഫി എന്ന ഹെഡിങ്ങിലേക്ക് വന്നാൽ ഇവിടെ നിങ്ങൾ നോക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇനി പറയുന്നത്. നോക്കൂ, ഇതിൽ ഫിസിയോഗ്രഫി എന്ന് പറയുന്ന പാർട്ടാണ് ഫസ്റ്റ്. ഈ ഫിസിയോഗ്രഫിയിൽ ഉൾപ്പെടുന്നത് ആരൊക്കെയാണെന്ന് നോക്കണേ. ഫിസിയോഗ്രഫിയുടെ സബ് ഡിവിഷൻസ് ആണ് നോർത്തേൺ മൗണ്ടൻ റീജിയൻ. നോക്കിയേ, അതിന്റെ സബ് ഡിവിഷൻസിൽ വരുന്നതാണ് നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻ, പെനിൻസുലാർ പ്ലേറ്റു, കോസ്റ്റൽ പ്ലെയിന്, റിവേഴ്സ്, ഇന്ത്യയുടെ ഡെസേർട്ട്. ഇവരെയൊക്കെ ഫിസിയോഗ്രഫിയുടെ ഭാഗമായിട്ട് തന്നെ നമുക്ക് ഉൾപ്പെടുത്തി പഠിക്കാം. ഇത് വേറെ എന്തോ ഒരു സാധനമാണെന്നും ഇവിടെ പറഞ്ഞിരിക്കുന്ന ആൾക്കാർ മറ്റെന്തോ സംഗതിയാണെന്നും നിങ്ങൾ വിചാരിക്കേണ്ട കാര്യമില്ല. ഇതെല്ലാം ഒരാൾ തന്നെയാണ്. ഫിസിയോഗ്രഫി നമ്മൾ ഇവിടെ പഠിക്കാൻ ഓരോരുത്തരുടെയും നമ്മൾ പഠിക്കുകയാണ്. ഓരോ പാർട്ടായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കുന്നു. ഇന്ത്യയുടെ ഫിസിയോഗ്രഫിക്കൽ ഡിവിഷൻ പഠിക്കുന്നു. ഇനി മറ്റൊരു ടോപ്പിക് ഇവിടെ പറഞ്ഞേക്കുന്ന നോക്കണം. ഇന്ത്യയിലെ സ്റ്റേറ്റുകളും അതിൻ്റെ ഫീച്ചേഴ്സും. ഇവിടെ ഞാൻ പറയുകയാണ്, ഇന്ത്യയിലെ സ്റ്റേറ്റുകളെയും ഫീച്ചേഴ്സിനെയും അതിൻ്റെ ഫീച്ചേഴ്സിനെയും ഓരോ സ്റ്റേറ്റിന്റെ ഫീച്ചേഴ്സിനെയും 28 സംസ്ഥാനങ്ങളോ കേന്ദ്രഭരണ പ്രദേശങ്ങളോ അതിന്റെ ഓരോ സവിശേഷതയൊന്നും ഇവിടെ പഠിക്കാനായിട്ട് ശ്രമിക്കേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാര്യം അതിനുള്ള സമയവും നമ്മുടെ കയ്യിലില്ല. അതിനുവേണ്ടി സമയം അത്ര ചെലവിടേണ്ടതും ആവശ്യമില്ല. കാര്യം എന്തോരം പഠിച്ചാലാണ് അവിടുന്ന് ഒരു മാർക്കിന് വല്ലകാലത്തെങ്ങാനും ഒരു ക്വസ്റ്റ്യൻ വന്നാലായി. അതിനുവേണ്ടി നിങ്ങൾ ചെലവാക്കുന്ന സമയം വളരെ വലുതായിരിക്കും. പോകേണ്ട കാര്യമില്ലെന്നാണ് ഞാൻ പറയാ. അതിനെക്കുറിച്ചും പിന്നീട് ഞാൻ പറയും. ഇനി നമുക്ക് നോക്കാം പഠിക്കേണ്ട മറ്റു ഭാഗങ്ങൾ, ശ്രദ്ധിക്കേണ്ട മറ്റു ഭാഗങ്ങൾ.
ക്ലൈമറ്റ് ഒരു സ്പെഷ്യൽ ടോപ്പിക്കാണ്. ഇന്ത്യയുടെ മൺസൂണിനെ കുറിച്ചും ഇന്ത്യയുടെ വേനൽക്കാലത്തെക്കുറിച്ചും ശൈത്യകാലത്തെക്കുറിച്ചും പ്രധാനമായിട്ട് ചോദ്യം വരിക മൺസൂൺ മസ്റ്റാ പഠിച്ചേ പറ്റുള്ളൂ. അടുത്തത് നാച്ചുറൽ വെജിറ്റേഷൻ. നാച്ചുറൽ വെജിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ വനവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, വനസംരക്ഷണം അങ്ങനെ പഠിക്കാനുണ്ട്. ഇന്ത്യയിലെ കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാനുണ്ട്. ഇനി ഇന്ത്യയിലെ ഇൻഡസ്ട്രീസ്, അത് അഗ്രികൾച്ചറൽ ഇൻഡസ്ട്രീസ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് മെറ്റലുമായിട്ട് ബന്ധപ്പെട്ട അങ്ങനെ ഇൻഡസ്ട്രീസ് ഉണ്ട്. അങ്ങനെ പല തരത്തിലുള്ള ഇൻഡസ്ട്രികൾ നമുക്കുണ്ട്. അതിനെ ഒന്ന് പരിചയപ്പെട്ടിരിക്കാനുണ്ട്. പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് സ്റ്റീൽ ഇൻഡസ്ട്രി ഒക്കെ നല്ലപോലെ പഠിക്കാനുള്ളതാണ്. സ്റ്റീൽ, പെട്രോളിയം അങ്ങനെയൊക്കെ പഠിക്കാനുണ്ട്. ഇനി നമ്മുടെ എനർജി റിസോഴ്സുകൾ, അതിൻ്റെ അകത്ത് റിന്യൂവബിൾ ആയിട്ട് ആരൊക്കെയുള്ളത്, നോൺ റിന്യൂവബിൾ ആയിട്ട് ഏതൊക്കെയുള്ളത്, അത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമ്മളിവിടെ പഠിക്കുന്നു. ഇനി അവസാനമായിട്ട് ഇന്ത്യയിലെ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തെ കുറിച്ച്, റോഡ് ട്രാൻസ്പോർട്ട്, വാട്ടർ ട്രാൻസ്പോർട്ട്, റെയിൽവേ, എയർ ട്രാൻസ്പോർട്ട്, ഇങ്ങനെ ഈ ഭാഗങ്ങളെല്ലാം ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞ ഒറ്റ ഹെഡിങ്ങിൽ പഠിക്കുന്നു. ഇതിലെ പ്രധാനപ്പെട്ട ആൾക്കാരെന്ന് പറയുന്നത് നമ്മുടെ വാട്ടർ ട്രാൻസ്പോർട്ട് ഒക്കെയാണ്, നമ്മൾ പിന്നീട് കാണുന്നു. അപ്പൊ ഇങ്ങനെയാണ് ഇന്ത്യൻ ജോഗ്രഫിയുടെ ഭാഗം എന്ന് പറയുന്നത്. എല്ലാം വലിച്ചു വാരി പഠിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. നമ്മൾ ബുദ്ധിപരമായി വേണ്ട ഭാഗം ചൂസ് ചെയ്താണ് പഠിക്കുന്നത്. നെക്സ്റ്റ്, കേരള ജോഗ്രഫി എന്ന ഹെഡിങ്ങിൽ പഠിക്കേണ്ടത് ഫിസിയോഗ്രഫി എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മുടെ മലനാടും ഇടനാടും തീരപ്രദേശം എല്ലാം ഉൾപ്പെടുന്നു. അതാണ് ഫിസിയോഗ്രഫി എന്ന് പറയുന്നത്. അവിടുത്തെ ചുരങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയാണ് പഠിക്കുക. ഇതിനോട് ചേർത്ത് റിവേഴ്സിനെയും നമ്മൾ കാണുന്നു. റിവർ മാത്രമല്ല, റിവേഴ്സ് ആൻഡ് ലേക്കുകളാണ് കാണുന്നത്. കേരളം ആകുമ്പോൾ കായലുകളെ കുറിച്ചും നമുക്ക് പഠിക്കാനുണ്ട്. ഇവിടെ നോക്കൂ, വീണ്ടും ഞാൻ പറയുകയാണ്, ഡിസ്ട്രിക്റ്റ് ആൻഡ് ഫീച്ചേഴ്സ് എന്നും പറഞ്ഞിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് പഠിച്ച് സമയം കളയേണ്ട കേസാണോ? അല്ല. ഡിസ്ട്രിക്റ്റ് ആൻഡ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് പഠിച്ച് നിങ്ങൾ സമയം കളയേണ്ട ഭാഗമല്ല. 14 ജില്ലകളെയും 14 ജില്ലയുടെ ഫീച്ചേഴ്സും എല്ലാം പഠിക്കുമ്പോൾ എത്ര സമയമാണ് നമുക്ക് നഷ്ടമാവുക. എന്തോരമാണ് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത്. ആ വഴിക്ക് പോകേണ്ട കാര്യമില്ല, അത് ഒഴിവാക്കേണ്ടതാണ്. എന്തുകൊണ്ട് ഒഴിവാക്കണം എന്നുകൂടി പറഞ്ഞുതരാം. നിങ്ങൾക്ക് ബാക്കിയെല്ലാം പഠിച്ചിട്ട് സമയം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പഠിക്കേണ്ട ടോപ്പിക്കുകളാണ് ഞാൻ ഇങ്ങനെ പച്ച മഷി കൊണ്ട് അണ്ടർലൈൻ ചെയ്ത് പോയിരിക്കുന്നത്. ഓക്കെ, ഇനി നോക്കൂ, ഇവിടെ ക്ലൈമറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ ക്ലൈമറ്റ് ഒത്തിരി ഒന്നും പഠിക്കാനില്ല, കുറച്ച് ഏത് കാലാവസ്ഥയാണെന്ന് മനസ്സിലാക്കി നമുക്ക് ഇരിക്കേണ്ടതായിട്ടുണ്ട്. ഇനി കേരളത്തിലെ നാച്ചുറൽ വെജിറ്റേഷനും വൈൽഡ് ലൈഫും ഒരുമിച്ച് ഞാനങ്ങ് ക്ലബ് ചെയ്യാണ്. കേരളത്തിലെ ടൈപ്പ് ഓഫ് ഫോറസ്റ്റും കേരളത്തിലെ ഫോറസ്റ്റിനെയും വൈൽഡ് ലൈഫിനെയും കൺസർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ നാഷണൽ പാർക്കുകൾ, നമ്മുടെ വന്യജീവി സങ്കേതങ്ങൾ, അങ്ങനെയുള്ള ആൾക്കാരെ, ബയോസ്ഫിയർ റിസർവ്, ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് ഇവിടെ പഠിക്കേണ്ടത്. ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്. പിന്നെ നോക്കൂ, കേരളത്തിലെ അഗ്രികൾച്ചറും അതുമായി ബന്ധപ്പെട്ട റിസർച്ച് സെന്റേഴ്സും പല ഭാഗത്ത്, ട്യൂബർ ക്രോപ്പിന്റെ റിസർച്ച് സെന്റർ എവിടെയാണ്, പ്ലാന്റേഷൻ ക്രോപ്പിന്റെ റിസർച്ച് സെന്റർ എവിടെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പഠിക്കാനുണ്ട്. ഇനി കേരളത്തിൽ നിന്ന് കിട്ടുന്ന പ്രധാനപ്പെട്ട മിനറലുകൾ, തോറിയത്തിന്റെ കൂടുതൽ എവിടെയാണ് നിക്ഷേപം കാണപ്പെടുന്നത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇനി കേരളത്തിലെ എനർജി സോഴ്സസ്, ഇവിടെ കുറച്ച് ഡാമുകൾ ഉണ്ട്, അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ നമുക്ക് വിൻഡ് മില്ലുകൾ കുറച്ച് ഭാഗങ്ങളിലുണ്ട്. ഇതുപോലെ സോളാർ എനർജി നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലങ്ങളുമുണ്ട്. അതൊക്കെയാണ് ഇവിടെ പഠിക്കേണ്ടത്. ഇനി ഇതുപോലെ തന്നെ നോക്കൂ, ട്രാൻസ്പോർട്ട് സിസ്റ്റം പഠിക്കാനുണ്ട്. അതിൽ ഏതൊക്കെയുള്ളത്? റോഡ് പഠിക്കണം, വാട്ടർ, റെയിൽവേ, എയർ. അതായത് ഈ ഭാഗത്തുനിന്ന് പിന്നെ ഇങ്ങോട്ട് നിങ്ങൾ നോക്കിയാൽ നാച്ചുറൽ വെജിറ്റേഷൻ, ക്ലൈമറ്റ് തൊട്ട് ഇങ്ങോട്ട് നോക്കിയാൽ ഇവിടെ എന്തൊക്കെയാണോ പറഞ്ഞിരിക്കുന്നത് ഓൾമോസ്റ്റ് ആ സാധനങ്ങളെല്ലാം ഇവിടെയും ഉണ്ട്. എക്സ്ട്രാ ഒരു അഗ്രികൾച്ചർ റിസർച്ച് സെന്റർ എന്ന് പറഞ്ഞ ടോപ്പിക്ക് കയറി വന്നുള്ളൂ. ഇത്രയും ഹെഡിങ്ങുകളൊക്കെ ഇവിടെ കണ്ടാലും നിങ്ങൾ ഇതിൽ ആർക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. ഇനി ആർക്കാണ് നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത്? നോക്കൂ, വേൾഡ് ജോഗ്രഫിക്കാണോ, ഇന്ത്യൻ ജോഗ്രഫിക്കാണോ, കേരള ജോഗ്രഫിക്കാണോ? ഈ 4 പേരിൽ ആർക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ സ്റ്റാറ്റിസ്റ്റിക്സ് നിങ്ങൾ നോക്കുക. 21 തൊട്ട് 26 വരെ ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറുകൾ എല്ലാം പരിശോധിച്ചാൽ ഒരു യൂഷ്വൽ പാറ്റേൺ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് 2 മാർക്ക് വേൾഡ് ജോഗ്രഫി ഭാഗത്തുനിന്ന് വരുന്നു, ഇന്ത്യൻ ജോഗ്രഫിന്ന് 2 മാർക്കിന് വരുന്നു, കേരള ജോഗ്രഫിന്ന് 1 മാർക്കിന് വരുന്നു. അങ്ങനെ 5 മാർക്ക് ടോട്ടൽ. ജോഗ്രഫിക്ക് 5 മാർക്കാണ്. 5 മാർക്കിനുള്ള ചോദ്യം തീരുന്നു. ചിലപ്പോൾ പാറ്റേൺ വ്യത്യാസം വരും. കേരള ജോഗ്രഫിന്ന് വരണമെന്നില്ല. ഇവിടെ വേൾഡ് ജോഗ്രഫിക്ക് പ്രാധാന്യം കൂടി ഇന്ത്യൻ ജോഗ്രഫിന്ന് 2 മാർക്ക് അങ്ങനെ ചോദ്യം വരാം. അല്ലെങ്കിൽ വേൾഡ് ജോഗ്രഫിയിൽ 2 മാർക്കിൽ ഒതുങ്ങി ഇന്ത്യൻ ജോഗ്രഫിന്ന് ചിലപ്പോൾ 3 മാർക്കിന് കയറി വരാം. അങ്ങനെയും വരാറുണ്ട്. ഇനി ഇതൊന്നും അല്ലെങ്കിൽ വേൾഡ് ജോഗ്രഫിയിൽ 3 മാർക്കിന് കയറി വരും. എന്നിട്ട് ഓരോ മാർക്ക് വീതം ഇന്ത്യൻ ജോഗ്രഫിക്കും കേരള ജോഗ്രഫിക്കും വരും. അങ്ങനെ 5 മാർക്ക് പല രീതിയിൽ ചോദ്യകർത്താക്കൾ തികയ്ക്കാറുണ്ട്. ഇനി നിങ്ങൾ പറയൂ, ഇതിൽ ആർക്കാ പ്രാധാന്യം കൊടുക്കണ്ടേ? സിലബസിന്റെ ഏത് ഭാഗത്താണ് നിങ്ങൾ പ്രാധാന്യം കൊടുത്തു പഠിക്കണ്ടേ? ചുമ്മാ കൂട്ടി നോക്കിയാൽ തന്നെ മനസ്സിലാവും. കേരള ജോഗ്രഫി ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റൂല. കേരള ജോഗ്രഫിക്ക് അധികം സമയം കൊടുക്കേണ്ട കാര്യമില്ല.
ചോദിച്ചാൽ മാക്സിമം 1 മാർക്ക്, ചിലപ്പോൾ ചോദ്യം കണ്ടു എന്ന് പോലും വരികയില്ല. അപ്പൊ അത്ര പ്രാധാന്യം ആൾക്ക് കൊടുത്താൽ മതി. നിങ്ങൾ അതേസമയം ഒരു LGS എക്സാമോ 10th പ്രിലിംസ് എക്സാമോ ഒക്കെ എഴുതുന്ന ആളാണെങ്കിൽ കേരള ജോഗ്രഫിന്ന് 10 മാർക്കിനാണ് ചോദ്യം വരിക. അവിടെ നല്ലപോലെ നമ്മൾ പഠിക്കണം. പക്ഷെ ഇവിടെ അത്രമാത്രം പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമില്ല. ബാക്കി കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് 3 2 5 2 7 3 10 മാർക്ക് ഇവിടെ, 2 2 4 3 7 1 8 മാർക്ക് ഇവിടെയും കമ്പാരിസൺ വ്യക്തമാണ്. മാക്സിമം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഇവിടെയാണ്. അത് വേൾഡ് ജോഗ്രഫി ഓർ ജനറൽ ജോഗ്രഫി അല്ലെങ്കിൽ ബേസിക്സ് ഓഫ് ജോഗ്രഫി എന്ന ഭാഗത്താണ്. രണ്ടാമത് നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ഇന്ത്യൻ ജോഗ്രഫിക്കാണ്. ഈ രണ്ടു പേർക്കുമുള്ള പ്രാധാന്യം നൽകിയിട്ട് മിച്ചമുള്ള പ്രാധാന്യമാണ് നിങ്ങൾ കേരള ജോഗ്രഫി പാർട്ടിൽ കൊടുക്കേണ്ടത്. ഈ മാർക്ക് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് വ്യക്തമായ ധാരണ വേണം. ഇതില്ലാത്തൊരു വ്യക്തി 3 പേർക്കും തുല്യ പ്രാധാന്യം കൊടുത്ത് പഠിക്കും. അത് സമയനഷ്ടത്തിലേക്കേ പോവുകയുള്ളൂ. ഓക്കെ, അപ്പൊ ആ പാർട്ട് വ്യക്തമായി. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് ഇനി നമ്മൾ പറയുന്നത് നിങ്ങൾ നോക്കണേ. ഇതിനകത്ത് ഹോട്ട് ടോപ്പിക്സ് ഏതൊക്കെയാണ്, പ്രധാന ടോപ്പിക്കുകൾ ഏതൊക്കെയാണ്, ഹോട്ട് ടോപ്പിക്സുകളെ നമ്മളൊന്ന് മനസ്സിലാക്കുന്നു. നിങ്ങൾ നോക്കൂ, സിലബസിന്റെ ഓരോ ഭാഗത്തുനിന്നും ചോദിച്ചിട്ടുള്ള ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഓരോ ഭാഗത്തുനിന്നും എത്ര ക്വസ്റ്റ്യൻസ് വീതമാണോ കഴിഞ്ഞ 2021 മുതൽ 26 വരെയുള്ള പ്രിലിംസിൽ ചോദിച്ചിരിക്കുന്നത് എന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നോക്കണേ, ഇതില് ജോഗ്രഫിയുടെ പാർട്ടിൽ ജനറൽ ജോഗ്രഫി നോക്കുകയാണെങ്കിൽ 6 ചോദ്യങ്ങൾ വീതം ചോദിച്ചിരിക്കുന്നത് ഇവിടെ വിൻഡിന്റെ ഭാഗത്ത് നിന്ന് പിന്നെ മാപ്സിന്റെ ഭാഗത്തു നിന്നാണ്. സോ ഇതൊരു ഹോട്ട് ടോപ്പിക് ആണെന്ന് നമുക്ക് മനസ്സിലായി. കാര്യം പറഞ്ഞാൽ തൊട്ടു മുമ്പ് നടന്ന പ്രിലിംസിൽ അങ്ങനെ വിൻഡിന്റെ ഭാഗത്തുനിന്ന് കാര്യമായിട്ട് ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല. പക്ഷേ മൊത്തത്തിലുള്ള എക്സാമുകൾ നോക്കുമ്പോൾ തന്നെ ടോപ്പ് ലീഡിംഗ് ആയിട്ട് വിൻഡ് നിൽക്കുന്നു. നോക്കിയേ, ടോപ്പോഗ്രഫിക്കൽ മാപ്പും അതുപോലെ അല്ലെങ്കിൽ മാപ്പുകളും അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മുൻപേ നിൽക്കുകയാണ്. സോ ഇതൊന്നും ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പറ്റുകയില്ലാത്ത നിർബന്ധമായും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ടോപ്പിക്കുകളാണ്. ഇനി എർത്തിന്റെ സ്ട്രക്ചറിന്റെ ഭാഗത്ത് 4 മാർക്കിന് ചോദ്യമുണ്ട്. അറ്റ്മോസ്ഫിയറിന്റെ ഭാഗത്ത് 3 മാർക്കിന്, റോക്കൊക്കെ ചെറിയ പാർട്ട് അവിടെ നിന്ന് തന്നെ 3 മാർക്കിന് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നു. ലാൻഡ് ഫോംസിന്റെ ഭാഗത്ത് നിന്ന് 4 മാർക്കിന് ചോദ്യം വന്നിരിക്കുന്നു. ഇങ്ങനെ ഓരോ ഭാഗത്തു നിന്നും എത്ര മാർക്കിന് വീതമാണ് ചോദ്യം വന്നതെന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. ഇവിടെ കോണ്ടിനെന്റ്സ്, വേൾഡ് നേഷൻസ് ഇവിടുന്ന് കാര്യമായിട്ടും നമ്മൾ കണ്ടിട്ടില്ല. ഓരോ ചോദ്യമൊക്കെ എപ്പോഴോ ഒരു പരാമർശം പോലെ വന്നിട്ടുണ്ട് എന്നേ ഉള്ളൂ. അല്ലാതെ കറണ്ട് അഫേഴ്സിന്റെ ഭാഗത്തുനിന്നോ എവിടെന്നേലൊക്കെ എന്തെങ്കിലും ജോഗ്രഫി ആയിട്ട് ബന്ധമുള്ള ചോദ്യമൊക്കെ ചോദിക്കുമ്പോൾ അതിനെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രം ഒരു ഹെഡിങ് ആഡ് ചെയ്ത് വെച്ചേക്കുന്നതാണിത്. ഓക്കെ, ഇനി ഇന്ത്യൻ ജോഗ്രഫിന്ന് കൂടുതൽ ചോദ്യങ്ങൾ എവിടെയാണ് വന്നത് നമുക്ക് നോക്കാം. ഇതില് ഫിസിയോഗ്രഫിയുടെ പാർട്ടിയിൽ നിന്നാണ് ചോദ്യം കൂടുതൽ വന്നിട്ടുള്ളത്. അതിൽ തന്നെ നോർത്തേൺ മൗണ്ടൻ റീജിയൻ പ്രധാനപ്പെട്ടയാളാണ്. നമ്മുടെ പെനിൻസുലാർ പ്ലേറ്റു, ഈ 2 ഭാഗത്തു നിന്നാണ് കുറെ ക്വസ്റ്റ്യൻ വരിക. നമ്മൾ ഈ ടോപ്പിക്കുകൾ പഠിക്കുമ്പോഴും കുറച്ച് കാര്യമായിട്ട് പഠിക്കാനുള്ള വലിയ പ്രദേശം എന്ന് പറയുന്നത് ഇതൊക്കെയാ. ഇന്ത്യൻ പ്ലെയിൻസ് ഇത്രയും വിശാലമായ ടോപ്പിക് നമുക്ക് പഠിക്കാനില്ല. അപ്പൊ ഇന്ത്യൻ പ്ലെയിൻസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടോ? ഉണ്ട്, 1-2 ചോദ്യങ്ങളൊക്കെ വന്നിട്ടുള്ളൂ. നദികൾ ഇമ്പോർട്ടന്റ് ആണ്, 2 ചോദ്യം. ക്ലൈമറ്റ്, മൺസൂൺ എന്ന വാക്ക് തന്നെ നിങ്ങൾ നോക്കി വെക്കുക. ഇവിടുന്ന് കഴിഞ്ഞ 2025 പ്രിലിംസില് ഒറ്റ പേപ്പറിൽ തന്നെ 2 ചോദ്യം, ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ 2 ചോദ്യം മൺസൂണുമായിട്ട് നല്ല വലിയ ആന ചോദ്യമൊക്കെ ചോദിച്ചിട്ടുണ്ടായി. വലിപ്പമാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് മൺസൂൺ അത്യാവശ്യം നിങ്ങൾ നോക്കിയിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. പിന്നെ വെജിറ്റേഷന്, അഗ്രികൾച്ചർ, നാച്ചുറൽ വെജിറ്റേഷൻ ഭാഗത്ത് ഇന്ത്യയുടെ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ, അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഒരെണ്ണമാണ്. ഇനി 2 ചോദ്യം എനർജി സോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. അത് അറ്റോമിക് എനർജി ആയിട്ട് വല്ല ക്വസ്റ്റ്യൻ ആവാം, അല്ലെങ്കിൽ പെട്രോളിയം, അങ്ങനെ എന്തെങ്കിലും എനർജി റിസോഴ്സുമായി ബന്ധപ്പെട്ട റിന്യൂവബിൾ ആണോ നോൺ റിന്യൂവബിൾ ആണോ അത് ബന്ധപ്പെട്ട ചോദ്യം വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇവിടുന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻസിനെ ഒന്ന് വേണമെങ്കിൽ പരിചയപ്പെടുത്തി തരാം. ഇനി ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വന്നതെന്ന് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നോക്കൂ. ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള 2 ആൾക്കാരെന്ന് പറയുന്നത് മാപ്പും വിൻഡുവാ. അവിടെ നിന്ന് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതെന്ന് ചോദിച്ചാൽ നോക്കിക്കോളൂ. മാപ്പിലും വിൻഡിലും ഒക്കെ വന്നേക്കുന്നത്, മാപ്പിന്റെ ഭാഗത്ത് ക്വസ്റ്റ്യൻ കോണ്ടൂർ ലൈനിൽ നിന്ന് വന്നേക്കുന്ന ക്വസ്റ്റ്യൻ ഒക്കെയാണിത്. കോണ്ടൂർ ലൈൻ, ടോപ്പോഗ്രഫിക്കൽ മാപ്പ്, ടോപ്പോഗ്രഫിക്കൽ മാപ്പിന്റെ സവിശേഷതയാണ് കോണ്ടൂർ ലൈൻ. കോണ്ടൂർ ലൈനും ചോദിച്ചേക്കുന്ന സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ഇത് ആന ക്വസ്റ്റ്യൻ ആണ് എന്ന് നമുക്ക് തോന്നിയാലും വായിച്ച സമയം പോകുമെന്നുള്ളത് ശരിയാണ്. പക്ഷെ ടൈറ്റ് ചോദ്യമേ അല്ല, സമയം ലാഭിക്കാൻ ഇവിടെ ട്രിക്ക് വരെ ഉണ്ടായിരുന്നു. നോക്കൂ, ടോപ്പോഗ്രഫിക് മാപ്പിൽ നിന്നുള്ള അടുത്ത ചോദ്യമാണ്. അതിന്റെ ഡിസാസ്റ്റർ മാനേജ്മെന്റിലെ ലിമിറ്റേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഒരു മാപ്പിനകത്ത് റിയൽ ടൈം ആയിട്ടുള്ള ചേഞ്ചിനെ
പെട്ടെന്ന് നടക്കുന്ന കാര്യങ്ങളെ ഒരു മാപ്പ് നമ്മുടെ പ്രിന്റ് ചെയ്തിരിക്കുന്നുണ്ട്. ആ മാപ്പിൽ ഇപ്പൊ ഇവിടെ ഒരു ഭൂകമ്പമോ ഇവിടെ എന്തെങ്കിലും വെള്ളപ്പൊക്കമോ ഉണ്ടായാൽ എന്ത് മാറ്റമാണോ വന്നത് അതിനെ അപ്പം തന്നെ അപ്ഡേറ്റ് ചെയ്ത് കിട്ടുമെന്ന് ചോദിച്ചാൽ ആ മാപ്പിൽ അപ്ഡേറ്റഡ് ആവില്ല. അത് ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയറിലൊക്കെ അപ്ഡേറ്റ് ആവത്തുള്ളൂ. ഇത് വേറെ പുതിയ മാപ്പ് പബ്ലിഷ് ചെയ്താലല്ലേ അപ്ഡേറ്റ് ആവത്തുള്ളൂ. അപ്പൊ അതൊരു ലിമിറ്റേഷൻ ആണ്. മാപ്പിന്റെ അകത്തെ ലിമിറ്റേഷൻ പെട്ടെന്ന് സംഭവിക്കുന്ന കാര്യങ്ങൾ അപ്ഡേറ്റ് ആവില്ല എന്നുള്ളതാണ്. അത് ഫസ്റ്റ് ഓപ്ഷനിൽ തന്നെ നമുക്ക് എടുക്കാൻ പറ്റുമായിരുന്നു. അങ്ങനെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന എളുപ്പമുള്ള ചോദ്യമായിരുന്നു ഇത്. പക്ഷെ കണ്ട് നമ്മൾ എല്ലാവരും പേടിച്ചതാണ്. ഇനി അടുത്ത് നോക്കൂ, സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. ട്രോപ്പിക്കൽ സൈക്ലോണിന്റെ ഭാഗമാണ്. വിൻഡി എന്നുള്ള ചോദ്യമാണ്. ട്രോപ്പിക്കൽ സൈക്ലോണിന്റെ ഭാഗം എന്നുള്ള ചോദ്യം. എന്താണ് ട്രോപ്പിക്കൽ സൈക്ലോണിന്റെ സവിശേഷതയല്ലാത്തത്? ട്രോപ്പിക്കൽ സൈക്ലോൺ നോക്കൂ, ഇവിടെ നൽകിയിരിക്കുന്നത് ലാൻഡിലും ഓഷ്യനിലും ഒരുപോലെ ഉണ്ടാവുമെന്നാണ്. ഇത് നമ്മൾ വൃത്തിക്ക് പഠിക്കുന്നതാണ്. ഇത് ഓഷ്യനിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ട്രോപ്പിക്കൽ സൈക്ലോൺ എപ്പോഴും ഓഷ്യനിലേ ഉണ്ടാവുള്ളൂ. അത് തെറ്റിച്ച് തന്നിരിക്കുന്നു. ബാക്കി എല്ലാം സവിശേഷതയാണ്. വിൻഡി എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇത് ഇങ്ങനെയൊക്കെയാണ് വിൻഡി എന്നുള്ള ക്വസ്റ്റ്യൻസ് വന്നത്. എല്ലാ ചോദ്യങ്ങളും കാണിച്ചു വെറുതെ സമയം കളയണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കോൺസെപ്ച്വൽ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ വൃത്തിക്ക് നിങ്ങൾക്ക് പഠിച്ച്, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. ഇനി അടുത്തതായിട്ട് സിലബസിൽ ഇന്ത്യൻ ജോഗ്രഫിയിൽ കൂടുതൽ ചോദിച്ചേക്കുന്ന എവിടെന്നാ? ഇന്ത്യയുടെ മൗണ്ടൻ റീജിയനിൽ നിന്നുണ്ട്, പ്ലേറ്റു എന്നുണ്ട്. അപ്പൊ മൗണ്ടൻ റീജിയന്റെ ഭാഗത്ത് ചോദിച്ചേക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് കാണിച്ചു തരാം. നോക്കൂ, ഇന്ത്യയുടെ നോർത്തേൺ മൗണ്ടൻ റീജിയൺ, ഹിമാലയത്തിനെ റീജിയണലായിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്ന എങ്ങനെയൊക്കെയാണെന്നാ? പഞ്ചാബ് ഹിമാലയ ഏത് ഭാഗം തൊട്ട് ഏത് ഭാഗം വരെയാണ്? ഇൻഡസ് ടു സത്ലജ്. കുമയോൺ എന്ന് പറഞ്ഞാൽ എവിടെ തൊട്ട് എവിടെ വരെയാണ്? സത്ലജ് ടു കാളി. നേപ്പാൾ ഹിമാലയ എന്ന് പറഞ്ഞാൽ എവിടെയാണ്? നേപ്പാൾ ഹിമാലയ. കാളി ടു തീസ്റ്റ. ഇത് നേരത്തെ ചോദിച്ചതാണ്, 21 ചോദിച്ചതാണ്. 2026 ഇതേ ചോദ്യം റിപ്പീറ്റ് ചെയ്തായിരുന്നു. ഇതേ ക്വസ്റ്റ്യൻസ് തന്നെ, അല്ലെങ്കിൽ ഇതേ ചോദ്യം തന്നെ വന്നു. സോ ആ ഒരു ഭാഗവും റിവേഴ്സും അല്ലെങ്കിൽ അത് ഡിവൈഡ് ചെയ്യുന്ന ഈ ഭാഗമൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കൂ, ഇനി ഹിമാലയത്തിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. നോർത്തേൺ മൗണ്ടൻ റീജിയന്റെ ഭാഗത്തുനിന്നാണ്. നോർത്തേൺ മൗണ്ടൻ റീജിയനിൽ അടുത്തത് ചുരങ്ങളെ കുറിച്ചാണ്. ഓരോ ചുരങ്ങളും അത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങളും നൽകിയിരിക്കുന്നു. ഇതിൽ ഏതൊക്കെ എത്ര പെയറുകൾ ശരിയായിട്ട് വന്നിട്ടുണ്ട് എന്നൊക്കെയാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഉത്തരത്തിലേക്ക് പോകുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നോർത്തേൺ മൗണ്ടൻ റീജിയൻ ഭാഗത്ത് നിന്ന് വരിക. ഇനി കേരള ജോഗ്രഫിയിലെ ഹോട്ട് ടോപ്പിക്, അല്ലെങ്കിൽ ഏറ്റവും നന്നായി നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതെന്ന് പറയാനുള്ളത് നമ്മുടെ റിവേഴ്സിന്റെ ഭാഗവും അതുപോലെ വെജിറ്റേഷന്റെ ഭാഗവുമാണ്. നമ്മുടെ ബയോസ്ഫിയർ റിസർവ്, നാഷണൽ പാർക്ക്, വൈൽഡ് ലൈഫ് സാങ്ച്വറി, ഇവിടുത്തെ ഫോറസ്റ്റ്, അത് മെയിൻ ടോപ്പിക്കാണ്. റിവേഴ്സിന്റെ ഭാഗത്തു നിന്നും ചോദ്യം വന്നിട്ടുണ്ട്, അത് അല്ലെങ്കിൽ നല്ലപോലെ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ NW3 എന്ന് പറഞ്ഞൊരാളുണ്ട്. ട്രാൻസ്പോർട്ടിനകത്ത് എപ്പോഴും ചോദിക്കുക കേരളത്തിലെ നാഷണൽ വാട്ടർവേ പ്രധാനപ്പെട്ടത് ഏതാണ്? അത് NW3 ആണ്. അത് കണക്ട് ചെയ്യുന്ന സ്ഥലങ്ങൾ, അതെങ്ങോട്ടാണ് നീട്ടിയത്, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇവിടുത്തെ റോഡ് സാന്ദ്രതയെക്കുറിച്ച് ബേസിക് ആയിട്ടുള്ള ഒരു ഭാഗം ചോദിച്ചിട്ടുണ്ട്. അതാണ് ഒരു ചോദ്യം. ഇവിടെ കേരളത്തിലെ റോഡ് ഡെൻസിറ്റി എത്രയാണെന്ന് പറഞ്ഞ് ചോദ്യം ഒന്ന് വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത് എൻ്റെ അഭിപ്രായത്തിൽ വെജിറ്റേഷൻ നല്ലപോലെ പഠിക്കുക, റിവർ പഠിക്കുക, ട്രാൻസ്പോർട്ടറിൽ വാട്ടർ ട്രാൻസ്പോർട്ടിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം എപ്പോഴും ചോദ്യം വരുന്ന മേഖല നമ്മൾ കവർ ചെയ്ത് കഴിയും. ബാക്കി ഇവിടെ ഡിസ്ട്രിക്ട്സിനെ കുറിച്ചോ അതിന്റെ ഫീച്ചേഴ്സിനെ കുറിച്ചോ കുത്തിയിരുന്ന് പഠിക്കേണ്ടത് ശരിയായ നടപടിയല്ല എന്നാണ് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് പറഞ്ഞ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നോക്കുക, ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്ന ഭാഗങ്ങളെ ഡിസെൻഡിങ് ഓർഡറിൽ ഒന്ന് അറേഞ്ച് ചെയ്തേക്കുന്നതാണ്. ആദ്യം ബേസിക്സ് ഓഫ് ജോഗ്രഫി ഭാഗം, ജനറൽ ജോഗ്രഫി ഭാഗം, പ്രഷർ, വിൻഡ് ഭാഗം, പിന്നെ മാപ്പിന്റെ ഭാഗം ഒരുപോലെ പ്രാധാന്യം. 4 മാർക്കോളം ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. എർത്തിന്റെ സ്ട്രക്ചർ ആദ്യം പഠിക്കുന്ന ടോപ്പിക്ക് ഇമ്പോർട്ടന്റ്. ലാൻഡ് ഫോംസിന്റെ ഭാഗം കുറച്ച് വലുതാണെങ്കിലും പഠിച്ചു വെച്ചാൽ അസറ്റ് ആണ്. ഓഷ്യൻ ആൻഡ് മൂവ്മെന്റ്സ് ഒഴിവാക്കാൻ പറ്റാത്ത ഭാഗമാണ്. ഓഷ്യൻ കറൻസ് ഒക്കെ വളരെ 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 ഹോട്ടസ്റ്റ് ടോപ്പിക്കാണ്. പിന്നെ അറ്റ്മോസ്ഫിയർ, റോക്ക്, റിമോട്ട് സെൻസിങ്, അങ്ങനെ ബേസിക് ആയിട്ടുള്ള ഭാഗം ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ ഇവിടെ ചോദ്യങ്ങൾ അധികം കാണാത്ത പ്രദേശവും നിങ്ങൾക്ക് മനസ്സിലായി, ചോദ്യങ്ങൾ അധികം വരുന്നതും മനസ്സിലായി. ഇനി നോക്കൂ, ഒരു ഭാഗം കൂടി ഞാൻ പറയാം. ഇവിടെ ഒരു സ്റ്റാർ ഇട്ട് വെച്ചിട്ടുണ്ട്. ഗ്ലോബൽ ഇഷ്യൂസ്, ഗ്ലോബൽ വാർമിങ്, ഗ്ലോബൽ ഇഷ്യൂസ്. ഇവിടുന്ന് ചോദ്യം ജോഗ്രഫി എന്ന് വേണമെങ്കിൽ വരാം, പക്ഷെ ജോഗ്രഫിയുടെ പാർട്ടി നല്ല അധികം ഇവിടുന്ന് ക്വസ്റ്റ്യൻ കാണാറുള്ളത്. ബിക്കോസ് സയൻസ് ആൻഡ് ടെക് എന്ന് പറയുന്ന ഭാഗത്തും ഇതേ പോർഷൻ ഉണ്ട്. സയൻസ് ആൻഡ് ടെക്കിലും ഇതേ പോർഷൻ ഉള്ളത് കൊണ്ട് ജോഗ്രഫി ആ ചോദ്യം, അല്ലെങ്കിൽ ജോഗ്രഫിയുടെ ക്വസ്റ്റ്യന്റെ കൂടെ ഇത് കാണാറില്ല. പകരം സയൻസ് ആൻഡ് ടെക്കിന്റെ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ വരാറുണ്ട്. അങ്ങനെ ചോദിച്ച ചോദ്യമാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ. അതിന്റെ പ്രത്യേകത 46ാമത്തെ ചോദ്യം, 47ാമത്തെ ചോദ്യം നിങ്ങൾ നോക്കുക. ഡിഗ്രി പ്രിലിംസ് എക്സാമിൽ 10 തൊട്ട് 15 വരെ നമ്പറിലായിരിക്കും ജോഗ്രഫിയുടെ ക്വസ്റ്റ്യൻ A കോഡിൽ ഉണ്ടാവുക. ഒന്നുകൂടെ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോളുക.
ഏത് നിങ്ങൾ ഡിഗ്രി ലെവൽ എക്സാംസ് എടുത്ത് നോക്കിക്കോളുക, ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാം എടുത്ത് നോക്കിയാലും 10ാം നമ്പർ തൊട്ട് 15 വരെ ആയിരിക്കും ജോഗ്രഫിയുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവുക. അതേസമയം ഒരു 45-ന് ശേഷമായിരിക്കും സയൻസ് ആൻഡ് ടെക്കിന്റെ ചോദ്യമൊക്കെ ഉണ്ടാവുക. അപ്പൊ സയൻസ് ആൻഡ് ടെക്കിന്റെ ഭാഗത്തു നിന്നാണ് ശരിക്കും ചോദിച്ചിരിക്കുന്നത് മോൺട്രിയൽ പ്രോട്ടോകോള് അതിന്റെ സവിശേഷത എന്താണ്, ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം തന്നെ ശരിയാണ്. ഇനി അടുത്തത്, ഏതാണ് ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ മീഥൈനേക്കാളും, നോക്ക് ഇവിടെ തന്നിരിക്കുന്നതിൽ മീഥൈനേക്കാളും ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ കൂടുതലുള്ളത്, അല്ല മീഥേനേക്കാളും ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ കുറവുള്ളത് ആർക്കൊക്കെയാണ്? GWP നമ്മൾ പറയും. ഈ ചോദ്യവും ആ ഭാഗത്തു നിന്നാണ്. സോ കോമൺ ആയിട്ട് സയൻസ് ആൻഡ് ടെക്കിന്റെ ഇവിടെ കോമൺ ആയിട്ടുള്ള ഒരു സിലബസ് ഭാഗമാണ് ഗ്ലോബൽ വാർമിംഗ്, ഇഷ്യൂസ്, ഓസോൺ ഡിപ്ലീഷൻ അങ്ങനെ പറയുന്ന സംഗതികൾ. അപ്പൊ ഒന്ന് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. ഇനി ഇന്ത്യൻ ജോഗ്രഫി, നോർത്തേൺ മൗണ്ടൻ റീജിയൻ, പെനിൻസുലാർ പ്ലേറ്റു, ഈ ഭാഗത്ത് നിന്ന്, ഇതിൻ്റെ അകത്ത് ഓഷ്യൻ വാട്ടർ ഇവിടുത്തെ അല്ല കേട്ടോ, അത് നിൽക്കട്ടെ. അപ്പോ ഇവിടെ ഫിസിയോഗ്രഫി ഭാഗത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്നത്. ഫിസിയോഗ്രഫിക്കൽ ഡിവിഷൻ ഓഫ് ഇന്ത്യ ഭാഗത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. പിന്നെ ക്ലൈമറ്റ്, എനർജി സോഴ്സ്, അതുപോലെ തന്നെ റിവേഴ്സ് ഒക്കെയാണ് പ്രധാനപ്പെട്ട ആൾക്കാർ. ബാക്കിയുള്ളിടത്ത് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെന്ന് ചോദിച്ചാൽ വന്നിട്ടേ ഇല്ല എന്നല്ല, വന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഈ ഭാഗത്തു നിന്നാണ്. ഇനി കേരള ജോഗ്രഫിയിലോ, ഇവിടെയും നമ്മുടെ വനമേഖല, നദികൾ, വാട്ടർ ട്രാൻസ്പോർട്ട്, ഇതിനൊക്കെയാണ് പ്രാധാന്യം. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്ന ഏരിയകൾ മനസ്സിലായി. ഇത് മാത്രം പഠിച്ചാൽ മതിയോ എന്ന് അങ്ങനെ നിങ്ങൾ ചോദിക്കരുത്. പ്രിലിംസ് ഒരു ക്വാളിഫയിങ് പേപ്പറാണ്. ഇത് മാത്രം പഠിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷെ നിങ്ങൾ രക്ഷപ്പെട്ടേക്കാം, ഈസി ആയിട്ട് കയറി പോയേക്കാം ഒരു പക്ഷേ പഠിക്കുന്നതിൽ നിങ്ങൾ ഒഴിവാക്കാതെ ഏറ്റവും പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ട ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ മാർക്കിന് ക്വസ്റ്റ്യൻസ് വന്ന ഭാഗമാണെന്ന് പറയാൻ ഞാനിവിടെ ആഗ്രഹിക്കുകയാണ്. അപ്പൊ ഇത്രയും പറഞ്ഞു. ഇനി ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഒഴിവാക്കേണ്ടതായിട്ട് നിങ്ങൾ കണ്ട ടോപ്പിക്കുകൾ ഏതൊക്കെയാണ്? സമയം കളയണ്ട, പഠിച്ചു വെറുതെ സമയം കളയണ്ട. കോണ്ടിനെന്റ്സ്, വേൾഡ് നേഷൻസ് ആൻഡ് ഫീച്ചേഴ്സ്, ഇത് സമയം എല്ലാം പഠിച്ചു മിച്ചം ഉണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചോളൂ എന്നേ ഞാൻ പറയൂ. ഇവിടെ സ്റ്റേറ്റ്സ് ആൻഡ് ഫീച്ചേഴ്സ് 5 മാർക്കിന് ആകെ ചോദിക്കുന്നതിൽ ഓരോ സംസ്ഥാനവും അതിന്റെ ഫീച്ചേഴ്സും എടുത്ത് ഇവിടെ പഠിക്കുന്നതിൽ എന്ത് യുക്തിയാണുള്ളത്? നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുടെ യുക്തിപരമായിട്ടുള്ള കാര്യം ചെയ്യുക. ഇനി കേരളത്തിലെ ജില്ലകളും ഫീച്ചേഴ്സും 1 മാർക്കിന് ചോദിച്ചേക്കാം, ചിലപ്പോൾ ചോദ്യം ഉണ്ടാവില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയ ഈ കേരള ജോഗ്രഫിയിൽ എത്ര സമയം നിങ്ങൾ ഇതിനു വേണ്ടി കൊടുക്കും? അപ്പൊ അതുകൊണ്ട് ഇതും ഒഴിവാക്കേണ്ടതാണ്. പറ്റുവാണെങ്കിൽ സമയം ഉണ്ടെങ്കിൽ മാത്രം പഠിക്കാന്ന് ഞാൻ പറയുന്ന ടോപ്പിക്കാണിത്. നെക്സ്റ്റ് നോക്കൂ, NCERT ആണോ ഇതൊക്കെ പഠിക്കാൻ സാറേ? NCERT ആണോ SCERT ആണോ യൂസ് ചെയ്യേണ്ടത് എന്നൊരു ചോദ്യം ഉണ്ടായേക്കാം. ഭൂരിഭാഗം ആൾക്കാർക്കും ആൻസർ ഏകദേശം ഒരു ധാരണ ഉണ്ടായിരിക്കും. എന്നാലും പറയാണ്, ഡിഗ്രി ലെവലിന് ആദ്യമായിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, സുഹൃത്തുക്കളെ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഒരു PSC എക്സാം എഴുതാൻ പോകുന്നത്, അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് ഇതുവരെ LDC അങ്ങനെ എക്സാം ഒന്നും എഴുതിയിട്ടില്ല, PSCയിലേക്ക് ആദ്യമായിട്ടാണ് കടന്നു വരുന്നത് എങ്കിൽ, നിങ്ങൾ ഫസ്റ്റ് വരുന്നത്, ഇപ്പം എക്സാം എഴുതി ശീലമില്ല, ആദ്യമായിട്ട് വരുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ SCERT വായിച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു ബേസ് കിട്ടും. നല്ലൊരു ബേസ്, ഒരു ഫൗണ്ടേഷൻ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. SCERT അത് നിങ്ങളുടെ ലാംഗ്വേജ് ഓഫ് മീഡിയം, ഇപ്പൊ ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷിലുള്ള SCERT വായിക്കുക, അല്ലെങ്കിൽ മലയാളം വായിക്കുക. നിങ്ങൾക്കൊരു നല്ല ബേസ് കിട്ടും. കാര്യം പുതിയ SCERT കണ്ടന്റ് റിച്ച് ആണ്. NCERTയിലുള്ള കുറെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നിങ്ങൾ NCERT വായിക്കുമ്പോൾ വളരെ എളുപ്പമാവും. അല്ലാതെ ആദ്യം പഠിക്കുന്ന ഒരാൾ നേരെ ചെന്ന് NCERT വായിച്ചാൽ അതിലെ വലിയ പാരഗ്രാഫ് ഒക്കെ കണ്ടാൽ അപ്പൊ തന്നെ കിളിപാറിപ്പോവും. ഇനി നിങ്ങൾക്ക് അത്യാവശ്യം എക്സാം എഴുതി LD ഒക്കെ എഴുതി ശീലമുണ്ട്, ഒരു ബന്ധം കേരള PSC ആയിട്ടുണ്ട്, SCERT ഒക്കെ ചെറുതായിട്ട് വായിച്ചിട്ടൊക്കെ ഉണ്ട് എങ്കിൽ നിങ്ങൾ NCERT ആണ് പിന്നെ ഫോക്കസ് ചെയ്യേണ്ടത്. NCERT നിന്നാണ് ക്വസ്റ്റ്യൻസ് വരാനായിട്ടുള്ള സാധ്യത. NCERT നിന്നാണ് ക്വസ്റ്റ്യൻ ബുക്ക്. അത് +2 ലെവൽ എക്സാമിനും NCERT നിന്ന് വരും, ഡിഗ്രി ലെവലിനും NCERT നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ NCERT ആണ് നമ്മുടെ ആധികാരികമായിട്ടുള്ള ഗ്രന്ഥം എന്ന് പറയുന്നത്. അവിടെ സിലബസ് ഡിമാൻഡ് ചെയ്യുന്ന ചാപ്റ്റേഴ്സ് പഠിക്കുക. ഇപ്പൊ നിങ്ങൾ +2 ജോഗ്രഫി ഒക്കെ എടുത്ത് നോക്കിയാൽ അവിടെ നമുക്ക് ആവശ്യമില്ലാത്ത കുറേ ടോപ്പിക് ഉണ്ട്. +1 ജോഗ്രഫിയിലാണ് നമുക്ക് വേണ്ട കാര്യങ്ങളുടെ ഭൂരിഭാഗവും ഉള്ളത്. അങ്ങനെ സിലബസ് ഡിമാൻഡ് ചെയ്യുന്ന കാര്യം മനസ്സിലാക്കി NCERT ഫോക്കസ് ചെയ്ത് പഠിക്കുക. നിങ്ങൾക്ക് പ്രിലിംസ് സ്കോർ ചെയ്യാം, അല്ലെങ്കിൽ പ്രിലിംസിന് കട്ട് ഓഫ് കടക്കാം എന്ന് മാത്രമല്ല, മെയിൻസിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇത് മെയിൻസ് പ്രിലിംസ് സെപ്പറേറ്റ് ഒന്നും അല്ല നമ്മൾ പഠിക്കുന്നത്, നമ്മൾ രണ്ടിനും വേണ്ടി ഒരുമിച്ചാണ് ജോഗ്രഫി പഠിച്ചു പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് രണ്ടിനത്തിലും ഗുണം ചെയ്യുമെന്നാണ് എനിക്കിവിടെ പറയാനുള്ളത്, ഈ സാഹചര്യത്തിൽ പറയാനുള്ളത്. ഇനി കുറച്ച് ആൾക്കാർ ചോദിക്കാറുള്ള ഒരു കാര്യമാണ്, സാറേ ഇതുവരെ PSC ചോദിച്ചിട്ടുള്ള UPSCക്കൊക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, നോക്കിയിട്ടുണ്ട്, കേരള PSC എങ്ങനെയാണ് നമ്മൾ എഴുതുക, അല്ലെങ്കിൽ ഡിഗ്രി ലെവലിനൊക്കെ എഴുതാൻ ശ്രമിക്കാൻ പറ്റുമെന്നൊക്കെ. നിങ്ങൾ അവിടെ UPSCക്കൊക്കെ പഠിക്കുന്ന
ജോഗ്രഫിയുടെ ഭാഗം അല്ലെങ്കിൽ UPSCക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ കുറേ ഭാഗം, അതുപോലെ തന്നെ NCERT നമ്മൾ പറഞ്ഞു, നിങ്ങൾ അവിടെയും ജോഗ്രഫിക്ക് പഠിക്കുന്ന ആധികാരികമായ ഗ്രന്ഥം എന്ന് പറയുന്നത് NCERT ആണ്, ഇവിടെയും NCERT ആണ്. അപ്പൊ നിങ്ങൾക്കൊരു ബേസ് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തിട്ട് അങ്ങനെ ഒരു ബേസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി ലെവൽ എക്സാമുകൾ തീർച്ചയായിട്ടും എഴുതി നോക്കാവുന്നതാണ്. അതേസമയം LDC എക്സാം ഒക്കെ എഴുതാൻ എന്നാ ശ്രമിച്ചേക്കാന്നും പറഞ്ഞ് LDCക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ മലയാളവും മലയാളീകരിച്ച വാക്കുകളും നമ്മുടെ ലാംഗ്വേജും ഒക്കെ നിങ്ങൾക്ക് ഒരു കീറാമുട്ടിയായിട്ട് മാറാൻ തീർച്ചയായിട്ടും ഒരു സാധ്യതയുണ്ട്. അപ്പോൾ UPSCക്കൊക്കെ നോക്കിയിട്ടുള്ളൂ, കേരള PSC ഇത് എന്താ സംഭവം, അങ്ങനെ ആരെങ്കിലും ഒക്കെ ആലോചിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്ന ഡിഗ്രി ലെവൽ എക്സാമുകളാണ്. കാര്യം ഇംഗ്ലീഷിലെ ക്വസ്റ്റൻസ് കിട്ടുന്ന എക്സാം എന്ന് പറയുന്നത് ഡിഗ്രി ലെവൽ എക്സാമേ ഉള്ളൂ. അപ്പോൾ NCERT രണ്ടിനും കോമൺ ആയിട്ട്, ജോഗ്രഫിയുടെ കേസ് ഞാൻ പറയാം, രണ്ടിനും കോമൺ ആയിട്ട് നമുക്ക് ജോഗ്രഫി NCERT ആണ് ആധികാരിക ഗ്രന്ഥമായിട്ട് നമ്മൾ പരിഗണിക്കുന്നത്. ബാക്കി കുറെ ബുക്കുകൾ ഉണ്ടെങ്കിലും നമ്മൾ നോക്കുന്നത് NCERT ആണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് എന്നാണ് എനിക്കിവിടെ പറയാനുള്ളത്. സംശയങ്ങൾക്ക് മറുപടി പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി നമ്മുടെ ബാച്ചിന്റെ പ്രത്യേകത എന്താണെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് പ്രിന്റബിൾ ആയിട്ട് ഇംഗ്ലീഷിലും മലയാളത്തിലും നോട്ടുകൾ ഉണ്ടായിരിക്കും. ഇംഗ്ലീഷിലും മലയാളത്തിലും ബൈലിംഗ്വൽ നോട്ടുള്ള നമ്മുടെ ബാച്ച് വരാൻ പോകുന്നു. നമ്മുടെ ബാച്ചിന്റെ സവിശേഷത എന്ന് പറയുന്നത് പ്രിന്റബിൾ നോട്ട് ഉണ്ട്. നിങ്ങൾക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ടൈം സ്ലോട്ടിലായിരിക്കും ക്ലാസ് ഉണ്ടാവുക. വലിച്ചുവാരി ക്ലാസ് ഇങ്ങനെ കുറെ തരിക എന്നല്ല നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ടൈം സ്ലോട്ട് നിങ്ങൾക്ക് തന്നിട്ട് ആ ടൈം സ്ലോട്ടിൽ തന്നെ ക്ലാസ്സുകൾ എടുത്ത് കംപ്ലീറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. മൊഡ്യൂളുകളായിട്ട് സിലബസിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും. ഈ തന്നിരിക്കുന്ന ഇന്ത്യൻ ജോഗ്രഫി, കേരള ജോഗ്രഫി എല്ലാത്തിനും മൊഡ്യൂളുകളായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഓരോ മൊഡ്യൂളുകളായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് ആ മൊഡ്യൂൾ എക്സാമുകളൊക്കെ നിങ്ങൾക്ക് നൽകിയിട്ട്, നിങ്ങൾക്ക് ടോപ്പിക് വൈസ് എക്സാം ഉണ്ട്, മോഡൽ എക്സാം ഉണ്ട്, അതുപോലെ മൊഡ്യൂൾ എക്സാമുകൾ, ഇതൊക്കെ അറേഞ്ച് ചെയ്തിട്ട് അങ്ങനെയായിരിക്കും നമ്മുടെ പ്രിപ്പറേഷൻസ് പോവുക. ഇത് മെയിൻസിനൂടെ വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കണം. പ്രിലിംസ് കഴിഞ്ഞിട്ട് പിന്നെ മെയിൻസിന് വേറെ എന്തോ ആദ്യം തൊട്ട് പഠിക്കാനുണ്ട് അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. ഓൾമോസ്റ്റ് ഒരു 70% കോമൺ ആയിട്ടുള്ള ടോപ്പിക്കുകൾ നമ്മൾ പ്രിലിംസിൽ തന്നെ പഠിച്ചു കഴിയുന്നു. ബാക്കിയുള്ള ഭാഗം സ്പെഷ്യൽ ടോപ്പിക് മുതലായവയൊക്കെ ആയിരിക്കും മെയിൻസിന് വേണ്ടി നമ്മൾ പഠിക്കുക. അപ്പോൾ നിങ്ങൾ തയ്യാറെടുക്കാൻ, നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു 10 മാസം അല്ലെങ്കിൽ ഒരു വർഷം ഇതിനു വേണ്ടി അങ്ങ് മാറ്റി വെച്ചേക്കാന്ന് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ സമയം നിങ്ങൾ മാറ്റി വെക്കണം. പഠിക്കാനുള്ളൊരു മനസ്സും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാം. നമ്മുടെ ബാച്ച് താമസിയാതെ തുടങ്ങാൻ പോകുന്നു. ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ഫീസ് എന്ന് പറയുന്നത് 3499 രൂപ മാത്രമാണ്. അപ്പൊ ഇവിടെ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ശ്രമിച്ച കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മുടെ സിലബസ് എങ്ങനെയാണ്, വിശാലമായിട്ട് കിടക്കുന്ന സിലബസ് ആണെങ്കിലും അവിടെ പ്രാധാന്യം കൊടുത്തു പഠിക്കേണ്ട ഭാഗങ്ങൾ സെലക്റ്റീവ് ആയിട്ട് എടുത്താൽ കുറച്ചാണുള്ളത്. അത് മെയിൻസിനും പ്രിലിംസിനും ഒരുപോലെ ആപ്ലിക്കബിൾ ആണ്. ചില ഭാഗം സ്കിപ്പ് ചെയ്യേണ്ടതാണ്. NCERTക്ക് പ്രാധാന്യം കൊടുക്കണം. നമ്മൾ പഠിപ്പിക്കുമ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത് NCERTക്ക് ആയിരിക്കും. ഇംഗ്ലീഷിലും മലയാളത്തിലും നിങ്ങൾക്ക് നോട്ട്സ് അവൈലബിൾ ആയിരിക്കും. പഠിപ്പിക്കുമ്പോൾ നിങ്ങളോട് കൺവേ ചെയ്യുന്ന മീഡിയം തീർച്ചയായിട്ടും മലയാളമായിരിക്കും. മലയാളത്തിലായിരിക്കും നമ്മൾ നോട്ട് കാണിക്കുന്നതൊക്കെ ഇംഗ്ലീഷിലാണെങ്കിൽ മലയാളത്തിൽ പഠിപ്പിക്കുന്നു. ഇംഗ്ലീഷിലുള്ള വേർഡും മലയാളത്തിലുള്ള വേർഡും കൂടെ പറഞ്ഞു പോകാൻ ശ്രമിക്കും. അല്ലെങ്കിൽ നോട്ടിൽ എന്തായാലും നിങ്ങൾക്ക് അത് അവൈലബിൾ ആയിരിക്കും. സോ നിങ്ങൾ ജോയിൻ ചെയ്ത് പഠിക്കാനായിട്ട് ആരംഭിക്കുക. എല്ലാവർക്കും ആശംസകൾ. നന്നായി നിങ്ങൾ പ്രിപ്പയർ ചെയ്തോളൂ. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി എത്രയും വേഗം നിങ്ങളുടെ കൈകളിൽ എത്തട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.